നമുക്ക് ചോദിക്കാം, കർത്താവേ ഈ ഇറക്കി വിട്ടത് നീ കണ്ടില്ല, ഒഴിവാക്കിയത് നീ കണ്ടില്ല, നിന്നോട് ചോദിച്ചിട്ട് ആരംഭിച്ച കാര്യങ്ങളല്ലേ, ഞാനിത് സ്ട്രഗിൾ ചെയ്യുമ്പോഴോ ഇതെന്റെ കൺമുമ്പിൽ നിന്ന് പൊട്ടി തകർന്നു പോകുമ്പോഴോ ഇയാൾ എന്നെ വിട്ട് കളയാൻ പോവാന്നും എല്ലാം നിനക്ക് നന്നായിട്ട് അറിയാവുന്ന, നീ എന്നെ കാണാൻ. നമ്മുടെ ചോദ്യങ്ങൾ 100 കണക്കിനായിരിക്കും, ഉത്തരം ഒന്നാണ്, കർത്താവ് കണ്ടു. ഇതിന്റെ ഓരോ സ്റ്റേജും കുഞ്ഞെ കർത്താവ് കണ്ടിട്ടുണ്ട്. നീ അനുഭവിച്ച റിജക്ഷനും, നീ കൈ കൊടുത്തതും, ആ കൈ പിടിച്ച് ഞെരിച്ചതും, അതിനേക്കാൾ വേദനയിൽ നിന്റെ നെഞ്ച് ഞെരിഞ്ഞ് പെടഞ്ഞതും ചെല്ലിയൂ നിന്റെ ഈശോ കണ്ടിട്ടുണ്ട്. നിന്റെ കരച്ചിൽ കർത്താവ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, 17-ാം വാക്യം, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുമക്കളെ, സഹോദരങ്ങള്, എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനെ ഒരു സ്ട്രഗിലൂടെ കടന്നു പോവാണേലും അച്ഛന് പറയാനുള്ളതാണ്, കരഞ്ഞോ, ആരുടെയും മുമ്പിലല്ല, ഈശോയുടെ മുമ്പിൽ. കാരണം നിങ്ങൾ കരഞ്ഞാൽ ഉത്തരം തരുമെന്ന് കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരൊറ്റയാള് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈശോ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് സജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ അനുഭവങ്ങളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ കണ്ണുനീരുകളിൽ നിലവിളിച്ചപ്പോൾ ഉത്തരം തന്ന, കേട്ടുവെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയത് ഈശോയിൽ നിന്ന് മാത്രമാണ്. മാനുഷികമായിട്ട് ചിലപ്പോൾ നമ്മുടെ അപ്പൻ കേൾക്കാം, കുറച്ച് നേരം അമ്മ കുറച്ച് നേരം കേൾക്കാം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് കേൾക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ കേൾക്കാം കുറച്ച് നേരത്തേക്ക്. ബട്ട് നോട്ട് ഫോർ എവർ. എപ്പോഴും അവർക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനോ എപ്പോഴും ആശ്വസിപ്പിക്കാനോ പറ്റില്ല. നമുക്കാണ് നമ്മുടെ സങ്കടം തീരുന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു വിഷമം പറയുമ്പോൾ, എടാ ഇത് ഇതന്നെ അല്ലടാ നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇത് തീർന്നില്ലേ, നിനക്ക് ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റണില്ലേ? ഇല്ല, നമുക്ക് പറ്റുന്നുണ്ടാവില്ല, അത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ അപ്പനും മനസ്സിലാവില്ല, ജീവിത പങ്കാളിക്ക് മനസ്സിലാവില്ല, മക്കൾക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനും മനസ്സിലാവില്ല നമ്മൾ കടന്നു പോകുന്നത്. അത് മനസ്സിലാവുന്ന ഒരാൾ, എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണേ. നിന്റെ ഈ നിലവിളി, നീ കരഞ്ഞത് എന്തിനാണെന്നും ഈ നിലവിളിക്ക് ഉത്തരം തരാനും കണ്ണുനീര് തുടയ്ക്കാനും ഒക്കെ പറ്റുന്നത് ഈശോയ്ക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വെന്റ് ഔട്ട്, കരഞ്ഞു, ഈശോയുടെ അടുത്ത് ഇത് പോയി തുറന്ന് കരഞ്ഞു. ഉറപ്പിതാണ്, ഈശോ ഇത് കേട്ട് കഴിഞ്ഞു, കേൾക്കും എന്നുറപ്പാണ്.